ശരീരം ദേവാലയമാണെങ്കിൽ അതിൻ്റെ പവിത്രത നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്നുള്ളതാണ്. ഇന്ന് എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിൽ നിന്നും പുറത്താക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ? പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പകരട്ടെ. പരിശുദ്ധാത്മാവേ, ഈ ദേശത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും അഭിഷേകം ചെയ്യണമേ എന്ന് സുവിശേഷത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. വെരി ഗുഡ്. ഇനി എങ്ങനെയാണെന്നറിയാം നമ്മൾ കൈയടിക്കുന്നത്? ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ കരങ്ങൾ അടിക്കുന്നത്. ഇങ്ങനെ ഈ സൈഡിലോട്ട്, ഇങ്ങനെ ഈ സൈഡിലേക്ക്. അപ്പം സിസ്റ്ററിൻ്റെ കാലിരിക്കുന്നുണ്ടോ? എങ്ങനെയാന്ന്? ഇങ്ങനെ ഇങ്ങനെ. ഒരു പൗരസായി ഞാൻ മാറട്ടെ, ആൺകുട്ടികള് ഒരു പൗരസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. നമ്മുടെ ജീവിതത്തെ വലുപ്പമുള്ളതാക്കി തീർക്കുന്ന എന്നതാ? നമ്മുടെ ജോലിയാണോ? നമ്മുടെ സ്ഥാനമാനങ്ങളാണോ? അല്ലെങ്കിൽ നമ്മൾ എന്നെ ചെയ്യുന്നെന്നുള്ളതാണോ? അല്ലെങ്കിൽ എന്തുമാത്രം സമ്പത്ത് നമുക്കുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണമാലയൊക്കെ ഇട്ട്, സ്വർണ്ണ കമ്മലൊക്കെ ഇട്ട്, കയ്യിൽ വളയൊക്കെ ഇട്ട് വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടാണോ ഞാൻ വരുന്നത് നോക്കിയതാണോ നമ്മുടെ വളർച്ച? ആണോ? അല്ല. ഇവിടെ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട്. നമ്മുടെ സ്ഥാനമാനങ്ങളോ കഴിവുകളോ തൊലി വെളുപ്പോ ആകാരഭംഗിയോ കഴിവുകളോ ഒന്നുമല്ല നമ്മുടെ വലിപ്പ ചെറുപ്പം നിർണ്ണയിക്കുന്നത്. അതിനപ്പുറത്ത് പുഴുക്കുത്തേൽക്കാതെ വിശുദ്ധമായ ഒരു ജീവിതം ഞാനും നിങ്ങളുമൊക്കെ നയിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം വലുപ്പമുള്ളതായിട്ട് തീരുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തി എനിക്കും എൻ്റെ കൂട്ടുകാർക്കും
വലിയ രോഗശാന്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ഈശോയെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ എല്ലാ രണ്ടാം ശനിയാഴ്ചയും മക്കള് ഇവിടെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയെ അറിയാം. ഈശോയെ നമുക്കറിയത്തില്ല, സ്നേഹാസിസ്റ്റിനും അറിയത്തില്ല, ഇച്ചിരിയേ അറിയത്തുള്ളൂ. ഇച്ചിരി അറിയാവുന്ന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാ.